ഹായ് ഫ്രണ്ട്സ്. ഹലോ. എല്ലാവർക്കും വിജ്ഞാന വിനോദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് സ്പേസ് തന്നെയായിരുന്നു അതെ. അല്ലേ? ഉം. ബ്ലാക്ക് ഹോൾ ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ നമ്മുടെ ഇത് ഏലിയൻസ്. ഏലിയൻസിനെ പറ്റിയിട്ടൊക്കെ. എന്നാൽ നമുക്ക് കുറച്ച് ഭൂമിയിലോട്ട് വരാം. ഓക്കെ. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള സമുദ്രം, സമുദ്രം. ഓക്കെ. ഓഷ്യൻ. ഓഷ്യൻ്റെ അടിയിലോട്ട് നമ്മൾ ഓഷ്യനും നമ്മൾ എത്ര വീഡിയോസും ഫോട്ടോസും കണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഭയങ്കര രസമല്ല കാണാൻ വേണ്ടിയിട്ട്, ബ്യൂട്ടിഫുൾ ആണ്. അതെ. ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. പക്ഷേ ഓഷ്യൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭൂമിൻ്റെ അടിയിലോട്ട് നമ്മൾ എക്സ്പ്ലോറേഷൻ നടത്താനാണ് സ്പേസിൽ പോകുന്നതിനേക്കാളും ബുദ്ധിമുട്ട്. ഓ ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രഷർ കൂടും, പ്രഷർ കൂടി ഭയങ്കരമായിട്ട് പ്രഷർ കൂടും. നമ്മൾ താഴോട്ട് പോകുന്നത് വെച്ചാൽ നമ്മൾ ഭയങ്കര നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാവും. അല്ലെങ്കിൽ അതിനുള്ള ഭയങ്കര എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് ഏറ്റവും താഴെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാർ കുറച്ച് പേരേ ഉള്ളൂ. കമ്പയർ ടു സ്പേസ് കുറച്ച് പേര് മാത്രമേ താഴോട്ട് പോയിട്ടുള്ളൂ. അപ്പം അതിനെപ്പറ്റി അറിയാനാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് എന്തായിരിക്കും അടിയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ ഭൂമി തന്നെ ആണല്ലോ. അതെ, നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തിനുള്ളിലുള്ള ആൾക്കാരാണ്. ഉള്ള സ്ഥലമാണ്. അതെ, പുറത്തെ ഒരു സ്ഥലങ്ങളും അന്യഗ്രഹ ജീവികളോ ഏലിയൻസ് ഒന്നും അല്ല. നമ്മളിത് കാണുന്നത് ഇപ്പം സ്പേസിലാണെങ്കിലും നമ്മളിപ്പം കഴിഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കും. ഏലിയൻസ് ഉണ്ടോ നമുക്ക് അറിയത്തില്ല. അറിയില്ല. നമ്മൾ നേരത്തെ സംസാരിച്ച ബ്ലാക്ക് ഹോൾ സ്റ്റാറും അത് പക്ഷേ അതും അവർക്ക് ഉറപ്പില്ലല്ലോ അങ്ങനെ ഉണ്ടോന്ന്. പക്ഷെ ഇവിടെയുള്ള സാധനങ്ങൾ ഉണ്ട്, അതാണ് എൻ്റെ ഇത്. ഇനി കണ്ടുപിടിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാകാമായിരിക്കും, നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉള്ളതായിരിക്കും. കാരണം ഇനി ഇവിടെ ഇങ്ങനെ ഉണ്ടാകാം എന്നല്ലല്ലോ പറയുന്നത്, കാരണം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അത് നമ്മൾ കണ്ട സാധനങ്ങളാണല്ലോ പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ ഭൂമി പരന്നതെന്നൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് കടലിൽ പോകാൻ പേടിയായിരുന്നു. കാരണം അവസാനം ഇതിങ്ങനെ താട്ട് വീണല്ലോ, നമ്മുടെ വാട്ടർഫോൾ പോലെ അല്ലേ, അങ്ങ് പോയാൽ തീർന്നില്ലേ. അപ്പം പക്ഷേ വീഴേണ്ടതാണ്, ഭൂമിക്കുള്ളിൽ ഇതുണ്ട്. എന്നാലിപ്പം ഭൂമി പരന്നിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ, അത് വേറെ ടോപ്പിക്കാണ്. പക്ഷേ ഓക്കെ, എന്നാലും നമുക്കെന്നാൽ സമുദ്രത്തെ പറ്റി നമുക്ക് കൂടുതലൊന്ന് അറിഞ്ഞു നോക്കാം. മീൻസ് ഓഷ്യനെ പറ്റി. നമുക്ക് ഓഷ്യൻ്റെ അടിയിൽ എന്താണ് പല ടൈപ്പ് കാര്യങ്ങൾ. അതും കുസിസാറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോൻ്റെ പേരാണ് വാട്ട്സ് ഹൈഡിങ് അറ്റ് ദ മോസ്റ്റ് സോളിറ്ററി പ്ലേസ് ഓൺ എർത്ത്, ദ ഡീപ് സീ. ഡീപ് സീയിൽ, അതായത് ഉള്ളിൽ, വാട്ട് ഈസ് ദെയർ ഇൻ ദ ഡീപ് സീ. നമുക്ക് കണ്ടു നോക്കാം എന്താണ് ഇവർ പറയുന്നതെന്ന്. Sometimes the world feels, boring. We've visited all the remote islands, conquered the Arctic, and penetrated the deepest jungles. But there is still one place to explore. It's a wet and deadly desert inhabited by mysterious creatures living in total darkness. The deep sea. Let's dive down. When we look at the sheer scale of the Earth's oceans, it's hard to believe that less than 2% of all biomass on Earth lives here. And of that small percentage, around 90% is located close to the surface in the first 200 meters. This is where we begin our journey. Here, light can still penetrate the water, which allows photosynthesis to occur. Phytoplankton, trillions and trillions of single-celled algae and bacteria make up the foundation of the ocean's ecosystem, and they're consumed by bigger plankton who are consumed by other species. The seafloor at this depth is akin to the Amazon rainforest and is often covered with coral reefs, algae and other sea plants that are home to a plethora of sea animals. So far, we've focused most of our attention on this comparatively pleasant environment where we fish, swim, pollute, and do science. So, let's dive deeper. Moving from familiar... അപ്പം ഇത്ര നമ്മൾ കേട്ടപ്പോഴേ ആലോചിച്ച് അവർ പറയുന്നതില്ലേ, നമ്മൾ ഐലൻഡ്സിലൊക്കെ പോയിട്ടുണ്ട്, നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അട്ടയ്ക്ക് പോയിട്ടുണ്ട്, അവിടെ ഇവിടെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അധികം പോകാത്ത സ്ഥലമാണ് നമ്മുടെ ഓഷ്യൻ. പിന്നെ അവർ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ അനുസരിച്ച് നമ്മുടെ ഭൂമിയുടെ ഫുൾ ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു ബയോമാസിൻ്റെ വെറും 2%
അതായത് ഈ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ഈ വീഡിയോയിലൊക്കെ കാണുന്ന സ്ഥലങ്ങൾ ആനിമൽ എന്താ പറയുക ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ തന്നെ ഒരു ശ്വാസകോശം എന്ന് പറയുന്നത് ശരിക്കും ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ആണ്. നമ്മളെപ്പോഴും അതിന് പ്ലാന്റ്സ് നല്ല ആവശ്യമാണ്, പക്ഷേ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഓക്സിജൻ നമുക്ക് സംഭാവന ചെയ്യുന്നത് ശരിക്കും ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ആണ്. അതെ, ഓഷ്യൻസിനാണ് കൂടുതലായിട്ട് വരുന്നത്. അത് അവിടെയാണ് അതല്ല ഇവർ പറയുന്നത്, ഇവിടെയാണ് നമ്മൾ ലൂട്ട് ചെയ്യുന്നത്, നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ എല്ലാം ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. നമ്മുടെ സയൻസ് എക്സ്പ്ലോർ ചെയ്യുന്നത് എല്ലാം ഈ ഒരു ഏരിയയിലാണ്. ഇതാണ് അതിന്റെ മീൻസ് ഏറ്റവും കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ. ടൂറിസം ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് ഈ ഏരിയയിലാണ്. ഇതിന് താഴോട്ട് എനിക്കൊന്നും അധികം പോയിട്ടുണ്ടാകത്തില്ല ആൾക്കാർ. നമുക്കത് കണ്ടു നോക്കാം എങ്ങനെയാണെന്നറിയാലോ. Coastal waters into deeper, more remote waters, we eventually reach the edge of the continental shelf, where we're confronted with the continental slope, the long descent down to the deep sea. With every additional meter of water, light fades drastically, which means there are basically no more plants, and the seemingly steep continental slope begins to remind us of the surface of the moon. Looking out, we're faced by what seems to be endless open water. Let's leave the slope behind us and enter what's known as the twilight zone, the portal to the deep sea. As we sink down further, the water pressure rises to deadly levels. The deepest scuba dive ever came in at 332 meters. At that depth, the pressure is like having 200 cars stacked on top of you. Yet we've only completed 3% of our journey. While this region seems pretty grim, many fish and other animals actually spend at least half their lives down here. During the day, it's a good place to rest and recover, hidden from predators in the vast, dark waters. At night, they can travel more safely into shallower zones to feed in the food-rich surface waters. In this transition zone between twilight and darkness, light becomes a powerful tool. Over 90% of the species indigenous to this deep environment use bioluminescent chemicals to create light. They do so as camouflage against the very faint sunlight, to send signals to potential mates or to confuse and scare attackers. Or they use light to hunt. Another tool for survival in the dark is teamwork. At around 700 meters, we encounter a colony of siphonophores. They can be up to 50 meters in length, but are only as wide as a broomstick. To attract prey, a colony creates a tragically beautiful bright blue or red light and deploys a curtain of tentacles filled with toxic needles that kill anything that comes too close. But most species living down here have to rely on an unlikely resource, marine snow. White, flaky stuff that constantly sinks from the surface to the bottom of the ocean. It consists of dead plant or animal parts, fecal matter, shells, sand or dust. Even though this doesn't sound very tasty, without this crucial resource, life in the deep sea would starve. It's in this area that the most fascinating battles between two unlikely enemies could happen. Sperm whales hunt and attack giant squid the size of a house. While the squid fight back ferociously, they probably don't stand a chance, but they do leave permanent marks on their killer's skin. As we reach 1,000 meters, deeper than the tallest structure built by humans, we need to be careful. This is the midnight zone, a place of utter darkness. ഇനി അടുത്താണ്, അത് കഴിഞ്ഞിട്ടാണ് ട്വിലൈറ്റ് സോൺ. ട്രാൻസ്ലേഷൻ മിഡ് നൈറ്റ് സോണിൽ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന മിഡ് നൈറ്റ് സോണിലായിട്ടുള്ള ഉള്ളൊരു ട്രാൻസ്ലേഷൻ സോൺ. എനിക്കൊന്ന് അവർ പറയുന്നതനുസരിച്ച് അവിടെയാണ് ഈ ആനിമൽസൊക്കെ മീൻസ് ഫിഷസൊക്കെ അവർ ഇങ്ങനെ ഇരിക്കുന്നത്, ഇരുന്നിട്ട് രാത്രി ആകുമ്പോഴേക്കും റെസ്റ്റ് ചെയ്യുന്നത്, അവർ എന്നിട്ട് മുകളിലോട്ട് പോകുന്നത് അവരെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അവിടെയാണ് നമ്മുടെ ബയോലൂമിനസൻസ് ഒക്കെ ഉള്ളത്. അതെ അതെ, അവരത് 3 പാർട്സിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് തോന്നുന്നു അല്ലേ. ബയോലൂമിനസൻസ് യൂസ് ചെയ്ത് സർവൈവ് ചെയ്യുന്ന ഓർഗാനിസംസ് ഉണ്ട്. പിന്നെ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
നമ്മുടെ സിപ്പനോഫോർസ്. അവര് ശരിക്കും പറഞ്ഞാൽ പല അവര് ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അവര് ടീം വർക്ക് അവരെ കാണിക്കുന്നത് അവിടെ. അപ്പം അവര് എന്താ പറയാ, സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് അവരെ ആൾക്കാർ വരുമ്പോൾ അതിന്റെ അവരുടെ നീഡിൽ വെച്ചിട്ട് അതുപോലെ അവരെ ഹണ്ട് ചെയ്യത്തിന്. പിന്നെ പ്രെഡിറ്റേഴ്സിനും അവർക്ക് എസ്കേപ്പ് ചെയ്യാം. പക്ഷെ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ കത്തുന്ന. മീൻസ് അവർക്ക് പറയാം അധികം ലൈറ്റ് ഇല്ല, പക്ഷെ അവര് തന്നെ ലൈറ്റ് ഗ്ലോ ചെയ്യും. അപ്പൊ ആ ഒരു ഡാർക്ക് എൻവയറമെന്റിൽ അവരിങ്ങനെ ഗ്ലോ ചെയ്യും. അപ്പം അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. പക്ഷെ അവിടുത്തെ കുറച്ചുകൂടി പോയിസണസ് ആയിരിക്കും അവിടുത്തെ സ്ഥലങ്ങളിൽ ആയിരിക്കും തോന്നുന്നു. കാരണം നമ്മൾ ഇപ്പം കണ്ടു വെച്ച് നോക്കുമ്പോൾ പോയിസണസ് ആയിരിക്കും. നമ്മൾ അത്രയും സേഫ് ആയിരിക്കത്തില്ല നമുക്ക് പോകാൻ വേണ്ടി. പക്ഷെ കാണാൻ നല്ല രസമായിരിക്കും അവിടെ. അവര് പറഞ്ഞില്ലേ സ്കൂബ ഡൈവിംഗ് ഏറ്റവും പോയത് 300 മീറ്റേഴ്സ് ആണ്. അവിടെ തന്നെ 200 കാർസിന്റെ പ്രഷർ നമ്മുടെ ദേഹത്ത് വരുന്ന പറയുന്നത്. അപ്പം അതിൽ നിന്നും നമുക്ക് താഴെ പോണെങ്കിൽ സ്കൂബ ഡൈവിംഗിൽ എനിക്ക് തോന്നുന്നു പറ്റില്ല. സ്കൂബ ഡൈവിംഗ് പറ്റത്തില്ല. നമ്മളെന്തെങ്കിലും മെഷീൻ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഡീപ്പ് അണ്ടർ വാട്ടർ ഇത് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ട് പോകുന്ന വെച്ചായിരിക്കും നടക്കുന്നത്. ഇപ്പം നമ്മൾ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടില്ലേ, അവര് ആ മറ്റേ ഒരു സാധനം വെച്ചല്ലേ അവർ ടൈറ്റാനിക് കാണാൻ പോകുന്നത്. ഒരു 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 മറൈൻ ഇതായിരിക്കുന്നു, എന്താ പറയുക, കടലിനടിയിൽ പോകുന്ന സാധനം ഉണ്ടല്ലോ, സബ്മറൈനും അതുപോലത്തെ എന്തെങ്കിലും വേറെ ഒരു സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും അവർ പോകുന്നത്. നമുക്ക് മിഡ് നൈറ്റ് സോണിൽ എന്താണ് ഇരിക്കുന്നത് നോക്കാം. അതെ, ഒരു കാര്യം കൂടി വിട്ടുപോയി നമ്മള്, മറൈൻ സ്നോ. പേര് നല്ല രസമുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. ഈ മോളിൽ പോകുന്ന മീൻസ് അവർ പറയുന്നത് എവിടെയാണ് ഇതൊക്കെ പോകുന്നത്, അതെല്ലാം. അപ്പൊ ഈ താഴോട്ട് പോകുന്ന അതും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് വെച്ചാണ് അവർ ജീവിക്കുന്നത്, അത് വെച്ചാണ് അവർ ജീവിച്ചു പോകുന്നത്. പാവങ്ങൾ വേറെ മീൻസ് വേറെ കാര്യങ്ങളുണ്ട്, പക്ഷെ അവരാണ് മെയിൻ സോഴ്സ്. അതില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. മറൈൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് ഫിഷസ്, നമ്മുടെ ബോഡീസും ഉണ്ടാവും, ഹ്യൂമൻ ബോഡീസ്, ഹ്യൂമൻ കർക്കാസസ്, പിന്നെ ഫീക്കൽ മാറ്റേഴ്സ് എല്ലാം ഇതെല്ലാം ഉള്ള, പിന്നെ ഡസ്റ്റ്, പിന്നെ ഈ നമ്മുടെ ഷെല്ലിന്നും അതിലും ഇതിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങള്. സാൻഡ് അവർ പറയുന്നത് ടേസ്റ്റി അല്ല, പക്ഷെ അതില്ലാണ്ട് അവർ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സോ ഇറ്റ് ഡസന്റ് ഗോ, അത് വേസ്റ്റ് ആയി പോകുന്നില്ല. അപ്പൊ അത് വെച്ചാണ് അവർ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ആലോചിക്കാം അപ്പം നമ്മളിപ്പം ശരിക്കും നമ്മൾ ടോപ്പ് ഓഫ് ദി ഓഷ്യനിലെ സാധനങ്ങൾ നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ആൾക്കാരും ചത്തു. അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിനെ പ്രിസർവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ശരിക്കും ഓഷ്യനിൽ എല്ലാത്തിനും നമ്മൾ അതൊരു കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടാകും. മോളിലോ മരിച്ചു, അത് കഴിഞ്ഞിട്ട് അത് താഴോട്ട് വന്നു, അതിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യങ്ങളാണ്. പക്ഷേ ഓക്കെ, ദാറ്റ്സ് ഡിഫറെന്റ് പാർട്ട് ഓഫ് സ്റ്റോറി. നമുക്ക് അടുത്ത മിഡ് നൈറ്റ് സോണിൽ നമ്മൾ കാത്തിരിക്കുന്നത് നോക്കാം. A barely explored wet wasteland consisting of nothing but endless black open water. At these depths, it's harder for a human to take a swim than to take a walk in space. Finding food down here is really hard, so life had to adapt and become extremely energy efficient. Like the 30-centimeter long vampire squid that floats through the water without motion, with long and slender catching arms extended. They're covered in tiny, stiff hairs which brush food from the water. This saves a lot of energy compared to actively catching food. For carnivorous fish, it's much harder to find food since living prey is quite rare down here. So the hunters have to get a perfect grip on their victim on first strike, otherwise it will escape into the dark. Many deep-sea predators have several sets of long and deadly teeth. Like the viperfish, which uses its long fangs to trap even large prey and swallow it whole. Or the frilled shark with its impressive set of 300 teeth, which are curved backwards to hook their victims in their mouths. We sink further, below the 3,800 mark, as deep as the grave of the Titanic. We are now at abyssal depths. Here, life happens in slow motion. Preserving every last bit of energy is crucial for survival. Everything down here hovers motionless or swims in a slow, elegant fashion.
The only time the animals living in this zone move fast is when they have to escape danger. Like the Dumbo octopod paddling with its ear-like fins, or the grenadier's fish with its slow eel-like tail beats. At 4,000 meters, we finally reach ground again, the abyssal plain. It's covered in grey mud and rocks, dusted with the remains of marine snow, which is consumed by animals like sea cucumbers, shrimp, sea urchins, and sea worms. In some regions of the seafloor, small dark mineral deposits can be seen. These are manganese nodules. Deep-sea corals and sponges use them to anchor themselves on the bottom of the sea. Though life is sparse on the deep seafloor, even down here there are oases. In the rift valleys, where tectonic plates are splitting apart, magma heats up seawater and creates dark jets of water and minerals as hot as 400 degrees Celsius that form elaborate chimneys and towers. Extremophile bacteria use the minerals to create organic substances that are the basis for unique ecosystems. As we descend further, we reach the deepest point of the abyssal plain at 6,000 meters. For most of the seafloor, this is as deep as it gets. But if we want to get to the deepest point of the oceans, we're actually only halfway there. അടുത്താണ് മിഡ് നൈറ്റ് സോൺ, പിന്നെ അബീസൽ പ്ലെയിൻ എന്ന് പറയുന്നത്. മിഡ് നൈറ്റ് സോണിൽ തോന്നുന്നത് അവർ കുറച്ചും കൂടി എനർജി എഫിഷ്യൻ്റ് ആയിട്ടിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ആൾക്കാരെല്ലാം മാക്സിമം, കാരണം അവിടെ അവർക്ക് എനർജി സോഴ്സ് ഒന്നും ഇല്ല. അങ്ങനെ മാത്രമല്ല ഭയങ്കര റെയർ ആണ്, ജീവികളും കുറവാണ്. അപ്പൊ വലിയ പ്രെഡിറ്റേഴ്സിനൊന്നും ഹണ്ട് ചെയ്യാനുള്ള ഒന്നും ഇല്ല, സാധനം ഇല്ല. കിട്ടുന്നത് അപ്പം മാക്സിമം തന്നെ പിടിക്കണം. അതാണ് അവരുടെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതാണ് അവരുടെ ടീത്ത് കണ്ടില്ല, എത്ര ഒരു ഷാർക്കിന് എനിക്കത് 300 സെറ്റ്സ് ഓഫ് ടീത്ത് എന്ന് പറഞ്ഞാൽ അത്. പിന്നെ മറ്റേതുണ്ടല്ലോ ഇങ്ങനെ ഒരു അടപ്പ് പോലെ ഇങ്ങനെ അടഞ്ഞു പോകുന്നു, മീൻസ് വായില് ടീത്ത് പ്ലസ് അതിൻ്റെ ഒരു ക്ലോസ്, അതൊക്കെ വെച്ച് മീൻസ് പിടിച്ച അതിനൊക്കെ കടി കിട്ടി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി അത് ഫുൾ നമ്മൾ ചെയ്യും. സൈസ് എത്ര ഉണ്ട് നമ്മളോട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും അത് വലുതാണ്. ജിയൻ സ്ക്വിഡ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. നമ്മളിപ്പോ വാങ്ങാൻ കിട്ടുന്ന സ്ക്വിഡ്സ് ഒക്കെ ചെറുതല്ലേ, എനിക്ക് തോന്നുന്നത് ഈ സ്ഥലത്ത് എനിക്കൊന്ന് താട്ട് പോകുന്ന അതിൻ്റെ സ്പേസ് സൈസ് കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ സാധനങ്ങളിലെല്ലാം നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും സൈസ് കൂടുതലുണ്ട്. പിന്നെ എനർജി കംപ്ലീറ്റ്ലി അവര് ആ താഴെ എത്തിക്കഴിയുമ്പോൾ മിഡ്നൈറ്റ് താഴെ അവർ എത്തിക്കഴിയുമ്പോൾ അബീസൽ പ്ലെയിനിൽ എത്തിക്കഴിയുമ്പോഴേക്കും അവരെല്ലാം സ്ലോ മോഷനിലാണ്. അവരങ്ങനെ അധികം എനർജി അധികം സ്പെൻഡ് ചെയ്യാണ്ട് എത്ര അവർക്ക് എന്തെങ്കിലും ഡേഞ്ചർ വന്നാൽ മാത്രമേ സ്പീഡിൽ പോകത്തുള്ളൂ, അല്ലെങ്കിൽ അവർ ഭയങ്കര സ്ലോലി ആണ് അവർ ജീവിക്കുന്നത്. അപ്പം അത് എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ടെക്നിക്കല്ല ആൾക്കാർക്ക് നമ്മുടെ എക്സ്ട്രീം സിറ്റുവേഷൻസിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എവല്യൂഷന്റെ ഒരു ഭാഗമാണ്. ഒരു എക്സാമ്പിൾസ് ആണ് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നത്. ഓരോ സ്ക്വിഡ് എല്ലായിടത്തും ഉണ്ട്, പക്ഷെ താഴെയുള്ള സ്ക്വിഡും മുകളിലുള്ള സ്ക്വിഡുകളും തമ്മിൽ വ്യത്യാസമാണ്. താഴെ ജീവിക്കുന്ന ജീവികളും സെയിം കൈൻഡ് ഓഫ് ഈവൻ ദ കോറൽസും പിന്നെ അതും അവര് പറഞ്ഞല്ലോ, അതിനെ പറ്റി അവര് പറഞ്ഞു. നമ്മളെ മേളിലുള്ള ഇപ്പൊ നമ്മൾ കാണുന്ന സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഇതിപ്പോൾ ഇവർ മാംഗനീസ് നോഡ്യൂൾസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ അവർ നിന്ന് പിന്നെ ആ നമ്മുടെ മിനറൽസിന്റെ ജെറ്റ് ഒക്കെ വരുന്നത് ഇത് വരുമ്പോൾ സ്പ്ലിറ്റ്സ് വരുമ്പോഴാണ് അവിടുന്ന് വരുന്ന സാധനത്തിൽ അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന യൂസ് ചെയ്തിട്ട് ബാക്ടീരിയാസ് ഉണ്ട്. എക്സ്ട്രീം സിറ്റുവേഷനിൽ ജീവിക്കുന്ന ബാക്ടീരിയാസ്, പല ടൈപ്പ് ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പോൾ അത് കണ്ടീഷൻസ് കൊടുത്താൽ അവർ കെമിക്കൽ ബേസ്ഡ് ആയിരിക്കും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ മറ്റേ പല ടൈപ്പ് നമ്മൾ 2 ടൈപ്പ് ഇത് പഠിച്ചിട്ടില്ലായിരുന്നു എനർജി, പറയാം 2 ടൈപ്പ് എനർജി സൊല്യൂഷൻ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ എനർജി ലൈറ്റൊക്കെ യൂസ് ചെയ്യുന്നുള്ളതും അല്ല കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള എനർജി ഉള്ളത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആയിക്കോട്ടെ, അതായത് 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് താഴെയുള്ളത് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് അവർ ഇങ്ങനത്തെ കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റ് എനർജി യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് എനർജി പ്രൊട്ടക്ഷൻ ഇതുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്, കാരണം ലൈറ്റ് ഒന്നും ഇല്ല. അപ്പോൾ കെമിക്കൽ എനർജി യൂസ് ചെയ്തിട്ട്. ആയിക്കോട്ടെ.
അതിൻ്റെ ആൻസർ എന്താണെന്ന് കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക. രണ്ട് ടൈപ്പ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് ഞാൻ പഠിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഓർമ്മ വരുന്നില്ല. ഓക്കെ, അത് അപ്പം നമുക്കെന്നാൽ ഇനി അതിൻ്റെ താഴത്ത് എനിക്കൊന്ന് ഇതിൻ്റെ താഴത്താണ് നമ്മുടെ ഡീപ്പസ്റ്റ് നമ്മുടെ ട്രെഞ്ചസ് ഒക്കെ വരുന്നതെന്ന് തോന്നുന്നു. ആൻഡ് ഇത് അവർ പറഞ്ഞ ഇതാണ് മാക്സിമം ഓഷ്യൻസിലെല്ലാം ഇതാണ് ഉള്ളത്. അതാണ് അതിൻ്റെ ഇത് ഏറ്റവും 6000 മീറ്റേഴ്സ് വരെയാണ് മാക്സിമം ഒരു സാധാരണ ഓഷ്യനിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് പോകുന്നത്. ഇതിൽ താഴോട്ട് പോകുന്നത് എനിക്കിനും ട്രെഞ്ചസ് ഒക്കെ വരുന്നത്. ഇവരൊക്കെ ഡീപ്പായിട്ട് പോകുന്നത് എനിക്കൊന്ന് മറീന ട്രെഞ്ച് എന്നൊരു സാധനമുണ്ട് നമ്മുടെ പസഫിക് ഓഷ്യനിൽ. അവിടെ ചലഞ്ചർ ഡീപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദി ഓഷ്യൻ. അവിടെ എനിക്കൊന്ന് ഞാൻ ശരിയാണെന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 3 4 പേരെ കണ്ടേ അത്രയും താഴെ പോയിട്ടുള്ളൂ. 2 3 തോന്നുന്നു, എനിക്കൊരു ഉറപ്പില്ല. നമുക്ക് കണ്ടോക്കാം അതിന്റെ കാട്ടം. ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലം. അവിടെയുള്ള ജീവികളൊക്കെ എങ്ങനത്തെ ആയിരിക്കും, ഇവിടെ എന്തൊക്കെ കിട്ടും നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇനി ബാക്കി നമുക്ക് സംസാരിക്കാം. ശരി. Let's enter the Hadal Zone, the underworld of the sea. It consists of long, narrow trenches that only make up around 0.25% of the oceans and are among the most extreme environments on Earth. Only extremophiles exist down here, like the ethereal snailfish that holds the record for the deepest living fish ever seen at around 8,000 meters. We see spiky and sharp black rocks rush by as we sink down to more than 10,000. Until we reach the final slope, a trench inside the larger Mariana Trench with gently sloping sides that enframe a valley about 1.6 kilometers wide. This is it, the deepest point, the Challenger Deep, 11,000 meters below the surface. The water pressure here is 1,086 bar. Taking a swim here is like having to balance 1,800 elephants on top of you. But even here, life has found a way to thrive. Next to sea cucumbers, white and light pink amphipods wiggle their way through the water. Their size is astounding. While their shallow water cousins are merely a few centimeters long, the deep sea version can reach up to 30 centimeters. And there are other things floating elegantly through the water. Plastic bags that were found by scientists in 2018. Even the remotest place on Earth is not safe from human influence. There's nothing left to do now, and our oxygen is running out, so we begin our ascent. After hours of traveling through dark nothingness, we finally see a glimpse of light. We arrive back at a calm surface. The oceans are so deep. There is so much of them. We owe it to ourselves and to our descendants to preserve them as well as we can. There are still so many wondrous things left to be discovered. ഇത് കാണുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പം നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ എറോബിക് അനേറോബിക് ബാക്ടീരിയ ആണ് ഉദ്ദേശിച്ചത്. അതായിരിക്കും. കാരണം ഞാൻ വലിയ എന്തോ സംഭവങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അത് എനർജി ഉണ്ടാക്കുന്നത് തന്നെയല്ലേ എറോബിക് സിസ്റ്റം, എനേറോബിക് സിസ്റ്റം. അപ്പം അത് ലൈറ്റ് ബേസ്ഡ് അല്ലല്ലോ, എറോബിക് അതാ ലൈറ്റ്. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് ചിന്തിച്ചത്. ഓക്കെ, അപ്പം എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റായിരുന്നു. മീൻസ് ഒരു എനർജി സിസ്റ്റം 2 പഠിച്ചോണ്ട് ഓർമ്മയുണ്ടല്ലോ. ഒന്നിന്റെ അഭാവത്തിൽ കെമിക്കൽ ബേസ്ഡ് ഉണ്ടാകും, ഓക്സിജൻ ബേസ്ഡ് ആണ്. എനിക്കെന്തോ കെമിക്കൽ ബേസ്ഡ് ആയിരിക്കും താഴെ ഉണ്ടാവും, ഓക്സിജനും കുറവായിരിക്കുമല്ലോ അവിടെ. പിന്നെ കെമിക്കൽ അവർ മറ്റേ ഈ വരുന്ന ഇതിൽ നിന്നല്ല എനർജി ഉണ്ടാക്കുന്നത്, അതിൽ നിന്നല്ലേ ഒരു കെമിക്കൽസിൽ നിന്നല്ല അവർ എനർജി ഉണ്ടാക്കുന്നത്. ഓക്കെ, അതന്നെ എയറോബിക് ആൻഡ് എനേറോബിക്. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ കണ്ടത് താഴെ വന്നു എന്തൊക്കെ വണ്ടർസ് എന്താണ് ഓർഗാനിസംസ്. പിന്നെ പ്ലാസ്റ്റിക്, നമ്മുടെ പ്ലാസ്റ്റിക് ഏറ്റവും അടിയോടെ എത്തി. അത് എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിങ്ങനെ വലിയ സംഭവം, പിന്നെ അവസാനം അവർ പറഞ്ഞ പ്ലാസ്റ്റിക് വരെ കണ്ടെത്തിയത്. അത് എവിടെ അങ്ങനെ
എങ്ങനെ എത്തും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, വി നോ ദാറ്റ് ഇറ്റ് ഡസന്റ് ഡീഗ്രേഡ്. അത് പതുക്കെ അത് സിങ്ക് ചെയ്ത് പോയി കാണും. ഒരു ലെവലിന്റെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോകായിരിക്കും. കാരണം പ്രഷറും അല്ലേ. ബിക്കോസ് ഐ കുഡന്റ് അണ്ടർസ്റ്റാൻഡ് ഈസ് നമ്മളിപ്പോ കാണുമ്പോൾ പ്ലാസ്റ്റിക്സ് ഒക്കെ ഫ്ലോട്ട് ചെയ്യാറില്ല കാണുന്നത്. ഒരു ലെവലിന്റെ താഴെ എനിക്കൊന്നും നമ്മളിപ്പം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് അതിന് ഒരു ബോയിന്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും കുറച്ച് കാലം കഴിയുമ്പോൾ പ്രഷർ അതിനേക്കാളും കൂടുതൽ വന്നു കഴിയുമ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെയും താഴോട്ട് വരാം. എന്തായാലും അവർ കണ്ടുപിടിച്ചിട്ടോ, കണ്ടുന്നാണ് 2018 പറഞ്ഞു. അപ്പൊ ഇല്ലാത്ത കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവർ പറഞ്ഞാൽ അവിടെ നമ്മുടെ ഒരു 1800 എലിഫന്റ്സ് നമ്മുടെ മുകളിൽ കയറി നിൽക്കുന്ന അത്രയും പ്രഷർ നമ്മുടെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും പറയുന്നത് സ്പേസിൽ പോകുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്. സ്പേസിൽ നമുക്ക് സീറോ ഗ്രാവിറ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രഷർ എന്ന് വെച്ചാൽ അത്രയും പ്രഷർ ആയിരിക്കും മുകളിൽ. എനിക്ക് അതിന്റെ അവിടുത്തെ എല്ലാം വലുതാന്നല്ലേ പറഞ്ഞു. ഇപ്പൊ അവിടുത്തെ ഇപ്പൊ അവര് ഒരു മറ്റേ ആംഫിപോഡിനെ പറഞ്ഞ് അതിനെ പറ്റി പറഞ്ഞപ്പോഴും അതും സർഫസിൽ നമ്മൾ കാണുന്ന സാധനമാണ്. പക്ഷെ ഇറ്റ് ഈസ് 2-3 സെന്റിമീറ്റർ 30 സെന്റിമീറ്ററിന്റെ മുകളിലുള്ള വലുതാന്നല്ല എനിക്കെന്നാ അവര് ഇതിന്റെ അനുസരിച്ചായിരിക്കും പറയുന്നത്. അപ്പൊ ഈ താഴെയുള്ള ജീവികളെല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് സർഫസ് ഏരിയയിലും കാണാം. ചിലത് കാണാൻ പറ്റില്ല, നോട്ട് ഓൾ ബട്ട് സം. പക്ഷെ എല്ലാം വേറെ വേറെ ടൈപ്പാണ്. അതെ, അവര് ജീവിക്കുന്ന അവരെ ഇപ്പം മേളിൽ കൊണ്ടുവന്നാൽ ചിലപ്പോൾ അവര് എനിക്ക് ചില സാധനങ്ങളൊക്കെ ഈ പറയപ്പെടുന്നത് ചില സാധനങ്ങളൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്ന ഈ ലിവിങ് ഫോസിൽസ് ഒക്കെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ള സാധനങ്ങളായിരിക്കും. അതായത് നമ്മള് ലൈഫ് ഉണ്ടായ സമയം തൊട്ട് അത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ ജീവനുകളുണ്ട്. എവല്യൂഷൻ ഉണ്ടാകാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ലിവിങ് ഫോസിൽസ് എന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ലിവിങ് ഫോസിൽ ജീവനുള്ള സാധനം, പക്ഷെ അവർക്കൊരു മാറ്റം വന്നിട്ടില്ല. അവർക്കൊരു എന്താ പറയുന്ന ജീൻ ഇത് വന്നിട്ടില്ല, ജനറ്റിക് ആയിട്ട് അവര് മാറ്റങ്ങളും ചിലപ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ, അങ്ങനെ ഉണ്ടാകാം സാധനങ്ങൾ. അപ്പം കടലിനായിട്ട് ശരിക്കും പക്ഷേ ഇപ്പം ആലോചിച്ച് നോക്കിയാൽ ഞാൻ വേറൊരു കാര്യം ഞാൻ ആലോചിച്ച് നോക്കി, നമ്മളറിയാം ഇപ്പം ആൾക്കാർ സ്പേസ് ടൂറിസം ഒക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. ആൾക്കാർക്ക് സ്പേസിൽ പോകാൻ ഉള്ള കുറേ ഇപ്പം എലൺ മസ്ക് ആണെങ്കിലും ഇപ്പം നമ്മുടെ സന്തോഷ് കുളങ്ങര പോകാൻ പോകുന്ന നമ്മുടെ വിർജിൻ ഗാലക്റ്റിക്കിന്റെ ഇതിൽ പോകുന്നുണ്ട്. അതുപോലെ ഇപ്പം നമ്മുടെ ആമസോണിന്റെ ഉടമസ്ഥൻ മറ്റേ ജെഫ് ബെസോസിന്റെ ഒരു അതിന്റെ പേര് ഞാൻ മറന്നു. അവരുടെ ഒരു കമ്പനി ഉണ്ട്. ഇപ്പം ISR 2030 ആൾക്കാരെ കൊണ്ടുപോകുന്നു പറയുന്നുണ്ട്. 6 കോടി രൂപ 6 crores കൊടുത്തു കഴിഞ്ഞാൽ സ്പേസിൽ 15 minutes. അത് ISR തുടങ്ങാൻ പോകുന്നത്. അത് ചീപ്പാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ഇപ്പം എലൺ മസ്ക് കൊണ്ടുപോകുന്നതിനേക്കാളും ചീപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല എത്രമാത്രം ശരിയാണെന്ന്. അങ്ങനെ 6 crores ആണ് അവർ പറയുന്നത്. 2030 ആണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആരും നമ്മളെ ഇതിന്റെ അടിലോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി ഒരു കാര്യങ്ങൾ പറയുന്നില്ല. അല്ലെങ്കിൽ ആർക്കും പോകാൻ താല്പര്യമില്ല. പക്ഷെ കടലിലടി കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്കും പോകാൻ പറ്റും. പക്ഷേ നമ്മൾ നോക്കുമ്പം നമ്മള് ഈ സൈഡിലുള്ള ടൂറിസം നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ആക്റ്റീവ്. ആൾക്കാർ സ്കൂബ ഡൈവിംഗ് ഇപ്പൊ കൂടുതൽ പോകുന്നുള്ളൂ. അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് തോന്നുന്നു ഈസിലി. അപ്പം ഡിഫൈൻസ് ദി ഡിഫിക്കൽട്ട്. കോസ്റ്റും കൂടുതലായിരിക്കും ചിലപ്പോൾ. അത്രയും ഉള്ളൊരു വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഇപ്പം നമ്മുടെ സ്പേസ് ഷിപ്പ് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതും അതുപോലെ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് താഴോട്ട് പോകണമെങ്കിൽ. അറിയത്തില്ല, മോർ റിസ്കി ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം രണ്ട് റിസ്കി ആട്ടോ. സ്പേസിൽ പോയാലും പറ്റിക്കഴിഞ്ഞാൽ റിസ്ക് ആണ്. പക്ഷേ ഇത് റിസ്കി ആയിരിക്കണം. കാരണം അങ്ങനെ അധികം കണ്ടിട്ടില്ല, ആരും പോയതായിട്ട് കേട്ടില്ല. കാരണം ബേസിക്കലി നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇതാണ് അല്ലേ. നമുക്ക് എവിടെയും പൊങ്ങി പോകേണ്ട ആവശ്യമില്ല, നമുക്ക് താഴോട്ട് പോയാൽ മതി. അല്ലേ, അതും നമ്മുടെ ഭൂമിയിലുള്ള സാധനം തന്നെ നമ്മളെ താഴോട്ട് കൊണ്ടുപോകും. പോളി പൊന്ത് വരെ നോക്കിയാൽ മതി. കാരണം ഓൾറെഡി നമുക്ക് കുറച്ച് പ്രഷർ ഉണ്ട്, നമ്മൾ താഴോട്ട് പോകും. പിന്നെ പ്രഷർ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രഷറായിരിക്കും. ഒക്കെ അതിനു വേണ്ടിയുള്ള ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുക. അത് എക്സ്പെൻസീവ് ആയിരിക്കണം. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് ചലഞ്ചർ ഡീപ്പിലൊക്കെ ഒന്ന് പോയെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ ഭയങ്കര കോസ്റ്റിലായിക്കട്ടെ, എവിടെ പോകാൻ പറ്റും തോന്നുന്നില്ല. നമുക്ക് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പം നമുക്ക് സ്പേസിൽ പോകണ ആഗ്രഹമുണ്ട്, കാണണമെന്ന് ആഗ്രഹമുണ്ട്, പല സ്ഥലങ്ങളിൽ പോകണം, ആഗ്രഹങ്ങൾ വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും ഓപ്ഷൻ കിട്ടിയാൽ മറൈൻ ഡ്രൈവ് എന്നാണ് ശരി. മരിയാന ട്രഞ്ച് അതേ കണ്ടിട്ടുള്ളൂ, മറൈൻ ഡ്രൈവ് കണ്ടിട്ടുള്ളൂ. അത് കൊച്ചിയിലെ, മുംബൈയിലും.
പക്ഷേ നമ്മുടെ മരിയാന ട്രെഞ്ചും ചലഞ്ചർ ഡീപ്പും അതൊക്കെ കാണാൻ കൊള്ളാമെന്നുള്ളൂ. പിന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതുവരെ നമ്മൾ സ്കൂബ ഡൈവ് പോലും ചെയ്യണം, അതുവരെയൊക്കെ പോവാം. ഓക്കെ ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇൻപുട്സ് ഉറപ്പായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ ലെങ്ത് കൂടുതലാണെന്ന് അറിയാം, പക്ഷേ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോ അത്ര ലെങ്ത് ഉള്ളതാണ്. ഇപ്പം നമ്മളിപ്പം ഒരു സോങ്ങോ അല്ലെങ്കിൽ ഒരു ട്രെയിലർ ഡിസ്കസ് ചെയ്യുന്ന പോലെ അല്ല. കാരണം അതൊക്കെ ചെറിയ 2 മിനിറ്റോ 3 മിനിറ്റോ, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഉള്ള മാക്സിമം സോങ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇതൊരു വീഡിയോ, സയൻസ് ബേസ്ഡ് വീഡിയോ. ഞങ്ങൾ കുർസ്ഗിസാറ്റ് എടുക്കാൻ കാരണം തന്നെ ഇതിലാണ് ഏറ്റവും ചെറിയ വീഡിയോസ് ഞങ്ങൾ കണ്ടത്. ഓക്കെ, റിലയബിൾ സോഴ്സസിൽ കുറച്ച് ചെറിയ വീഡിയോസ്, ബാക്കിയെല്ലാം 40 മിനിറ്റും 30 മിനിറ്റും 40 മിനിറ്റുള്ള വീഡിയോസ് ഒക്കെയാണ് ഇപ്പം പല വീഡിയോസും കാണും. അതുപോലത്തെ ടോപ്പിക്സ് ആണ് അവർ അത്രയും ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട്, അതും അത്രയും എഫക്റ്റീവായിട്ട് അവർ പറയുന്നത്. അപ്പം ഇത് 10 മിനിറ്റിനുള്ളിൽ തീരുന്ന വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങൾ കുർസ്ഗിസാറ്റ് കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നത്. കാരണം ബാക്കി വീഡിയോസ് നമ്മൾ നോക്കുമ്പോൾ മിനിമം 15, 20, 30 മിനിറ്റ് ഞങ്ങൾ കണ്ട സോഴ്സസ് ആണ്. വേറെ സോഴ്സ് നിങ്ങൾക്ക് പറയാം, പക്ഷേ വേറെ സോഴ്സസ് ഉണ്ടെങ്കിൽ കൈൻഡ്ലി കമന്റ് ബിലോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.